ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 72, 73, 74 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എർത്തിൻ്റെ സ്ട്രക്ചറാണ്. ക്രസ്റ്റ്, മാൻഡിൽ, കോറ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്നിവയാണ്. ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് അന്തരീക്ഷത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വാതകങ്ങൾ, അതായത് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, വാട്ടർ പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്നീ കാര്യങ്ങളാണ്. So let's move on to the video. 8th question. The gaseous blanket that covers the earth is known as the dash. Atmosphere. Next one. Which is the most abundant gas present in the atmosphere? Answer: nitrogen. Next one. What is the combined percentage of nitrogen and oxygen to the total atmospheric composition? Answer: 99%. Next one. Fine dust particles in the atmosphere are called dash, hygroscopic nuclei. 12th question. How did the earth and its atmosphere transform in the way organisms could survive? ഭൂമിയും അതിൻ്റെ അന്തരീക്ഷവും എങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിൽ രൂപാന്തരപ്പെട്ടത്? ആൻസർ നോക്കാം. ഞാനിത് പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് പോയിന്റ്. The earth was in a molten hot state at the time of origin. ഉത്ഭവ സമയത്ത് ഭൂമി ഉരുകിയ ചൂടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. നെക്സ്റ്റ് വൺ. ലേറ്റർ ഇറ്റ് സ്റ്റാർട്ടഡ് കൂൾഡ് ഓവർ സ്ലോലി ആൻഡ് റിലീസ്ഡ് ദ ഗ്യാസസ് ഇൻസൈഡ് ദ എർത്ത്. പിന്നീട് അത് സാവധാനം തണുക്കുകയും ഭൂമിക്കുള്ളിലെ വാതകങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്. Eventually an air cover containing many gases was formed around the earth and it is known as the atmosphere. അവസാനം ഭൂമിക്ക് ചുറ്റും ധാരാളം വാതകങ്ങൾ അടങ്ങുന്ന ഒരു എയർ കവർ രൂപാന്തരപ്പെട്ടു. അത് അന്തരീക്ഷം എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ്. ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഓഫ് പ്ലാന്റ്സ് ദ അറ്റ്മോസ്ഫിയർ ബിക്കെയിം റിച്ച് ഇൻ ഓക്സിജൻ. സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. നെക്സ്റ്റ് വൺ. അപ്പാർട്ട് ഫ്രം ദീസ്, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അതർ ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ മോളിക്യൂൾസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇവ കൂടാതെ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റു വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയും അന്തരീക്ഷത്തിലുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഫോംഡ് അറൌണ്ട് ദ എർത്ത്? അന്തരീക്ഷം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഭൂമിക്ക് ചുറ്റും എങ്ങനെ രൂപപ്പെട്ടു? ആൻസർ നോക്കാം. ദ ഗ്യാഷ്യസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദ എർത്ത് ഈസ് നോൺ ആസ് ദി അറ്റ്മോസ്ഫിയർ. ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന വാതക പുതപ്പ്, അതാണ് അന്തരീക്ഷം എന്നറിയപ്പെടുന്നത്. The earth, which was in a molten hot state at the time of origin, slowly cooled over and released the gases inside the earth. Eventually an air cover containing many gases was formed around the earth, thus formed the atmosphere. ഉത്ഭവ സമയത്ത് ഉരുകിയ ചൂടുള്ള അവസ്ഥയിലായിരുന്ന ഭൂമി പതുക്കെ തണുക്കുകയും ഭൂമിക്കുള്ളിലെ വാതകങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഒടുവിൽ ഭൂമിക്ക് ചുറ്റും അനേകം വാതകങ്ങൾ അടങ്ങിയ ഒരു എയർ കവർ രൂപപ്പെട്ടു. അങ്ങനെ അന്തരീക്ഷം രൂപപ്പെട്ടു. 14. Which are the gases that present in the atmosphere? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ: നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ ആൻഡ് ഹൈഡ്രജൻ ആർ ദ ഗ്യാസസ് ദാറ്റ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് കോൾഡ് ഇവാപറേഷൻ? ബാഷ്പീകരണം എന്ന് വിളിക്കുന്നത് എന്താണ്? ആൻസർ: the process by which water from the earth's surface heated by the sun and reached the atmosphere as vapor is called evaporation. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ജലം സൂര്യനാൽ ചൂടാക്കപ്പെടുകയും നീരാവിയായി അന്തരീക്ഷത്തിലെത്തുകയും ചെയ്യുന്ന പ്രക്രിയയെ ബാഷ്പീകരണമെന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ. വൈ ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ. അന്തരീക്ഷത്തിലെ സൂക്ഷ്മ പൊടിപടലങ്ങളെ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ അതായത് ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൌണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ്സ്. ഹെൻസ് ദീസ് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ കോൾഡ് ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾക്ക് ചുറ്റും ജലബാഷ്പം ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ ഈ സൂക്ഷ്മ പൊടിപടലങ്ങളെ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഹെൽപ്പ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ? മേഘരൂപീകരണത്തിന് പൊടിപടലങ്ങൾ എങ്ങനെ സഹായിക്കുന്നു? വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൌണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം ക്ലൗഡ്സ്. നേരത്തെ പറഞ്ഞ ആൻസർ എൻ്റെ അതേ ഒരു വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾക്ക് ചുറ്റും ജലബാഷ്പം ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. നെക്സ്റ്റ് വൺ. ബൈ വാട്ട് മീൻസ് ഡു ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ?
ഏത് വിധത്തിലാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നത്? ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. ഭൂമിയിൽ നിന്ന് കാറ്റ് വഴി ഉയർന്ന്. സെക്കൻഡ് വൺ, കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻ. അഗ്നിപർവ്വത സമയത്ത് സ്ഫോടന സമയത്ത് പുറത്തു വരുന്നു. തേർഡ് വൺ, ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മെറ്റേഴ്സ്. ഉൽക്കകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം. നെക്സ്റ്റ് വൺ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എമിറ്റഡ് ഫ്രം കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, ഫീൽഡ്സ്, സ്മോക്ക് സ്റ്റാക്സ് ഓർ ഫയർസ്. നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്നോ വയലുകളിൽ നിന്നോ ചിമ്മിനികളിൽ നിന്ന് തീയിൽ നിന്നൊക്കെ പുറപ്പെടുന്ന പൊടിപടലങ്ങൾ. നെക്സ്റ്റ് വൺ, പൊല്യൂട്ടൻസ് എമിറ്റഡ് ഫ്രം പവർ പ്ലാന്റ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഓട്ടോമൊബൈൽസ്. വൈദ്യുത നിലയങ്ങൾ, വ്യവസായങ്ങൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്ന് പുറന്തള്ളുന്ന മലിനീകരണം, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പൊടിപടലങ്ങൾ. നെക്സ്റ്റ് പോയിന്റ്, ഡസ്റ്റ് ജനറേറ്റഡ് ഡ്യൂ ടു വെഹിക്കിൾസ് ഡ്രൈവിംഗ് ഓൺ പുവർലി മെയിൻറ്റെയിൻഡ് ആൻഡ് ഓവർ ക്രൗഡഡ് റോഡ്സ്. അറ്റകുറ്റപ്പണികൾ നടക്കാത്തതും ജനത്തിരക്കേറിയതുമായ റോഡുകളിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് മൂലമുണ്ടാകുന്ന പൊടി. നെക്സ്റ്റ് വൺ, വേർ ആർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ നിയർ ദ എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തുള്ള അന്തരീക്ഷത്തിലാണ് സാധാരണയായി പൊടിപടലങ്ങൾ കാണപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20, ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെ സഹായിക്കുന്നു? ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കോസസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന. അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാവുന്നു. നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ട്സ് ഫ്രം ഹാംഫുൾ സൺറേസ്. ദോഷകരമായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. നെക്സ്റ്റ് വൺ, ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഫ്രം ഫാളിംഗ് മെറ്റേഴ്സ്. വീഴുന്ന ഉൽക്കകളിൽ നിന്ന് സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് വൺ, മോഡറേറ്റ്സ് എർത്ത്സ് ടെമ്പറേച്ചർ. ഭൂമിയുടെ താപനില മിതമായതാക്കുന്നു. ഇനി പേജ് നമ്പർ 74 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. അതിൽ ഫസ്റ്റ് വൺ, അറ്റ്മോസ്ഫിയറിക് എയർ. നമുക്ക് നോക്കാം ആൻസേഴ്സ്. ഫസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് ഓക്സിജൻ ടു ബ്രെത്ത്. സെക്കൻഡ് വൺ, പ്രൊവൈഡ് കാർബൺ ഡയോക്സൈഡ് ദാറ്റ് ഹെൽപ്സ് ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ്. പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ റേസ്. നെക്സ്റ്റ് വൺ, മോഡറേറ്റ്സ് എർത്ത്സ് ടെമ്പറേച്ചർ. അടുത്തത്, വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഫസ്റ്റ് വൺ, കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ടു റെഗുലേറ്റ് ടെമ്പറേച്ചർ. അതായത് താപനില നിയന്ത്രിക്കുന്നതിന് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരിസ്ഥിതിയുടെ താപനിലയും ഈർപ്പവും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളൊരു പ്രത്യേക ഘടനയാണ് ഗ്രീൻ ഹൗസ്. നെക്സ്റ്റ് വൺ, എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. നെക്സ്റ്റ് വൺ, വാട്ടർ സൈക്കിൾ റെഗുലേറ്റ്സ് വെതർ പാറ്റേൺസ് ഓൺ എർത്ത്. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെ മറ്റ് സൂര്യതാപത്താൽ ആവിയാകുന്ന ജലം മുകളിലെ തണുത്ത അന്തരീക്ഷത്തിലെത്തുമ്പോൾ മേഘമായിട്ട് മാറുകയും അങ്ങനെ ഇത് മഴയായിട്ടും മഞ്ഞായിട്ടൊക്കെ തിരിച്ച് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ ജലം ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകും. പിന്നെ സസ്യജലങ്ങൾ വലിച്ചെടുക്കും. പിന്നെ ഇത് ബാഷ്പീകരിക്കപ്പെട്ട് അന്തരീക്ഷത്തിൽ വീണ്ടും തിരിച്ചെത്തുന്നു. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. First point, helps in the formation of clouds and rainfall on earth. Next one, affect the warming and cooling of the climate. അതായത് കാലാവസ്ഥയുടെ ചൂടും തണുപ്പൊക്കെ അഫക്റ്റ് ചെയ്യുന്നു, ബാധിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. അടുത്ത പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നൽകുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.